നമസ്കാരം. അങ്ങനെ SSLCയുടെയും +2ന്റെയും ഫലം വന്നു. ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ് ഇതെന്നാണ് നമ്മൾ ഈ വിദ്യാർത്ഥികളോട് എപ്പോഴും പറയാറ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ഉപരിപഠനം സ്വപ്നം കാണുന്ന, അത് നേടിയെടുക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ഒഴുക്ക് സംഭവിക്കുന്നത്? എന്താണ് അതിൻ്റെ നേട്ടവും കോട്ടവും? ഇന്ന് കടുപ്പം കുറച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ വിഷയമാണ്. വിദേശ പഠനം പാഷനോ അതോ ഫാഷനോ? നമുക്കൊപ്പം ചേരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കരിയർ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഡയറക്ടർ ഡോക്ടർ ബിന്ദു വിജയകുമാർ. യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ് UK-യിൽ നിന്ന് MA കരസ്ഥമാക്കിയ ആമി ബിറ്റ, കേരളത്തിൽ നിന്ന് ബിരുദം നേടി ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആർട്സ് സ്റ്റുഡൻറ്റ് ഹൃദു യാസ്വി എന്നിവർ ചേരുകയാണ്. എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചർച്ചയിലേക്ക്. ഞാൻ ആദ്യം ആമിയിലേക്ക് പോകുന്നു. ആമി വിദേശത്ത് പഠനം MA കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. ആമി, ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ് വിദേശത്ത് പോയി പഠിക്കുക, ഉപരിപഠനം നടത്തുക എന്നൊക്കെയുള്ളത്. ആമി ഇപ്പോൾ പഠിച്ചിട്ട് വന്നിരിക്കുന്നു. എന്താണ് അങ്ങോട്ടേക്ക് ആകർഷിച്ചത്? എങ്ങനെയാണ് പോയത്? ഒന്ന് പറയൂ അതിനെക്കുറിച്ച്. ഹായ്. സോ ഞാൻ എന്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്തത് മദ്രാസ് ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ്. അവിടെ BA പൊളിറ്റിക്കൽ സയൻസ് ആണ് ചെയ്തത്. സോ അതിനുശേഷം MA ഇന്റർനാഷണൽ റിലേഷൻസ് ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ ഉപരിപഠനത്തിനായി UK-യിലേക്ക് പോകുന്നത്. ബെറ്റർ റീസെർച്ച് ക്വാളിറ്റി, നമുക്ക് കൂടുതൽ പബ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യാം, അവരുടെ ലൈബ്രറി ഫെസിലിറ്റീസ്, റിസർച്ച് എന്നിവയാണ് എന്നെ മെയിൻലി UK-യിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് ആകർഷിച്ചത്. അവിടേക്കുള്ള വഴി എന്നത് ഞാൻ തന്നെ റീസെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്താണ് ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് ഇവിടെ ഒരു സ്ഥാനം കരസ്ഥമാക്കിയത്. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് ആമി അങ്ങനെ പോയത്. അപ്പോൾ നമുക്ക് ബിന്ദു മാമിലേക്ക് കൂടി പോവാം. ഡോക്ടർ ബിന്ദു വിജയകുമാർ. ബിന്ദു മാം, ഇങ്ങനെ ഒരുപാട് കുട്ടികൾ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അതിനൊരു കൈത്താങ്ങ് കൊടുക്കുന്നത്, അവർക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കുന്നത്, അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളെപ്പോലെയുള്ളവരാണ്. എത്രത്തോളം കുട്ടികൾ ഇപ്പോൾ പോകുന്നുണ്ട്? അതിൻ്റെ ഒരു ശതമാനം ഏകദേശം അത് എത്രയാണ്? എങ്ങനെയാണ് കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറ്? ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കരിയർ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് 2009 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനു മുമ്പ് ഞാനൊരു ടീച്ചറായിരുന്നു, +2 മാത്സ് ടീച്ചറായിരുന്നു. അപ്പൊ എനിക്ക് ധാരാളം ആ സമയത്ത് തന്നെ കുട്ടികൾ വിദേശ പഠനത്തിന് പോകുന്നതും എല്ലാം ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ PhD ഞാൻ ചെയ്തത് കരിയർ ഗൈഡൻസിലാണ്. ആ സമയത്തും ധാരാളം കുട്ടികൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഇല്ലാതെ വിദേശത്ത് പോയിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ കരിയർ ഗൈഡൻസ് നമ്മുടെ ഇന്ത്യയിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾക്കല്ല, വിദേശത്തുള്ള കുട്ടികൾക്കും കൂടെ നൽകണമെന്ന്. അപ്പൊ ഈ കുട്ടികൾ നമ്മുടെ ഓഫീസിൽ വരുമ്പോൾ അവരുടെ പാരന്റ്സും കുട്ടികളും എന്തോ ഇതിനെ കുറിച്ച് ഒരു കറക്റ്റ് ആയിട്ടുള്ള റിസർച്ച് നടത്തിയിട്ടല്ല വരുന്നത്. അവർക്ക് ആകെ കുറച്ച് കോഴ്സുകളെ കുറിച്ച് മാത്രം അറിയാം. ഒന്നുകിൽ അവരുടെ നെയ്ബർ അല്ലെങ്കിൽ റിലേറ്റീവ്സ് അങ്ങനെയുള്ള ആളുകളോടൊക്കെ ചോദിച്ച് MBA പഠിക്കണം അല്ലെങ്കിൽ ഒരു കോഴ്സിനെ കുറിച്ച് ഡിസൈഡ് ചെയ്തിട്ടാണ് അവർ വരാറുള്ളത്. അങ്ങനെയല്ല, അവർക്ക് എന്താണ് അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, നമ്മൾ ഏത് കോഴ്സ് പഠിക്കുന്നു എന്നതിലല്ല, നമുക്ക് എന്താണ് നമ്മുടെ സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ പാഷൻ, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടും അവരുടെ അക്കംപ്ലിഷ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ടും അവരുടെ ഹോബി, അവരുടെ ഇൻട്രസ്റ്റ്, ഇതെല്ലാം കൂട്ടി അവരുടെ പാരന്റ്സിനോടും കുട്ടികളോടും ചേർന്ന് ചർച്ച ചെയ്ത് അവരോട് മനസ്സിലാക്കി എല്ലാം കൊടുത്ത് ഏത് രാജ്യത്താണോ പോകേണ്ടത്, ഏത് കോഴ്സാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, അതിനെക്കുറിച്ച് അവരെ തികച്ചും ബോധവാന്മാരാക്കിയിട്ടാണ് ഞങ്ങൾ അവരെ ഗൈഡ് ചെയ്യാറുള്ളത്. അല്ലാതെ ഒരു കോഴ്സിന് വരുമ്പോൾ തന്നെ, അതുകൊണ്ട് നിരവധി കുട്ടികൾ നമ്മൾ അവരോട് ഇത് നിങ്ങൾക്ക് ശരിയാവില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓഫീസിൽ നിന്ന് പോയിട്ട് വേറെ ഓഫീസുകളിൽ പോയി അവർ പറഞ്ഞ കോഴ്സ് തന്നെ എടുത്ത് അവർക്കതിൽ സക്സസ്ഫുൾ ആവാൻ പറ്റാതെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പഠിക്കുമ്പോഴായാലും എവിടെ പഠിക്കുമ്പോഴായാലും നമ്മളുടെ കഴിവ് എന്താണ്, നമുക്ക് പറ്റിയത് എന്താണ്, അതനുസരിച്ച് പഠിച്ചാൽ ഇന്ത്യയിലല്ല വിദേശത്ത് പോയാലും എവിടെയും ഏത് കുട്ടിയും സക്സസ്ഫുൾ ആവും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ആമിയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പോവുകയാണ്. ആമി, ഈ ഒരു ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നു ഇവിടെ നിന്നും, കേരളത്തിൽ നിന്നാണെങ്കിലും ഇന്ത്യയിൽ നിന്നാണെങ്കിലും വിദേശത്തേക്ക് ഒരു ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നു എന്നുള്ളൊരു ആശങ്ക, പലർക്കും അത് ആശങ്കയാണ്. ആ ആശങ്കയ്ക്ക് കാരണം
പോയവരൊന്നും അങ്ങനെ മടങ്ങി വരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ബ്രെയിനൊക്കെ, നമ്മുടെ ഫ്രഷ് ബ്രെയിൻ, നമ്മുടെ നല്ല ബ്രെയിനൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നു. അവർ പക്ഷേ അവിടെ തന്നെ സെറ്റിൽ ആവുന്നു എന്നുള്ളതാണ്. ആമിയെ സംബന്ധിച്ചിടത്തോളം UK എന്താണ് ആമിക്ക് നൽകിയത്? ഇനിയുള്ള ആഗ്രഹം എന്താണ്? ഇവിടെ തുടരാനാണോ അതോ തിരിച്ചു പോകുന്നുണ്ടോ? UK എനിക്ക് നൽകിയതിനെ പറ്റി ഞാൻ ആദ്യം തന്നെ ചർച്ച ചെയ്യാം. അതായത് ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ കയറുമ്പോൾ നമ്മളിവിടെ കോളേജിൽ പഠിക്കുമ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പഠിത്തമാണ് അവിടെ പ്രാധാന്യം നൽകുന്നത്. അതേസമയം ഞാൻ ഈ UK യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം 300-ലധികം ക്ലബ്ബുകളാണ്. ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, എന്താണ് ക്രിപ്റ്റോ കറൻസി, അംനസ്റ്റി ഇന്റർനാഷണൽ, അങ്ങനെ ഇന്റലക്ച്വൽ ക്ലബ്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്. വളരെ നമ്മുടെ എങ്ങനെയാ പറയുന്നത്, സ്കിൽ സെറ്റ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള ക്ലബ്ബുകളാണ്. അപ്പം നമ്മുടെ അക്കാഡമിക്കലി മാത്രമല്ല, നമ്മള് കൾച്ചറലി, ലിറ്ററലി, ഇന്റലക്ച്വലി ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ആവുകയാണ്. പിന്നെ ആസ് എൻ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് നമുക്കൊരു വല്ലാത്തൊരു കോംപ്രിഹെൻസീവ് എക്സ്പീരിയൻസ് ആണിത്. നമ്മൾ പലതരം ആൾക്കാരുമായിട്ട് ഇടപഴകുന്നു, നമ്മൾ പലതരം ജോലികൾ ചെയ്യുന്നു. നമുക്കിപ്പോ ഇന്ത്യയിൽ ഇപ്പൊ ഒരു സെർവർ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്ത് പാർട്ട് ടൈം ജോലി ആണെങ്കിലും നമ്മൾ അതിനെ ഒരു താഴ്ന്ന രീതിയിലാണ് കാണുന്നത്. അതേസമയം നമ്മൾ UK അല്ലെങ്കിൽ പല ഇന്റർനാഷണൽ കൺട്രീസിൽ പോയാലും എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു വിലയും കൊടുത്തിട്ടുണ്ട്. അതിന് സോഷ്യൽ സ്റ്റേറ്റസ് നൽകി അതിനെ കൊച്ചായി കാണുന്നുമില്ല. അപ്പം അതൊരു വളരെ കണ്ണു തുറക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ പണക്കാരൻ പാവപ്പെട്ടവൻ എന്നുള്ള ഒരു ഗ്യാപ്പ് വളരെ കുറവാണ്. ഇപ്പൊ ഒരു കോടീശ്വരനാണേലും സാധാരണക്കാരനാണേലും ലൈൻ നിൽക്കുന്നിടത്ത് ലൈൻ നിൽക്കുന്നുണ്ട്. അപ്പം അത് വളരെ ഒരു ഐ ഓപ്പണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതല്ലാണ്ട് നമുക്ക് സ്പൂൺ ഫീഡിങ് ഇല്ല. എന്റെ കാര്യം നടക്കണമെങ്കിൽ ഞാൻ തന്നെ എല്ലാം ചെയ്ത്, റീസെർച്ച് ചെയ്ത്, അതോറിറ്റീസിനെ അപ്രോച്ച് ചെയ്ത് ഞാൻ തന്നെ എല്ലാം ചെയ്യണം. അപ്പം ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് കേപ്പബിൾ ആക്കുന്നുണ്ട്. ഇപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും പലതരം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് കയറി പറ്റാൻ ആസ് എൻ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ഞാനിപ്പോ ബാച്ചിലേഴ്സിന് ശേഷം മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയതാണ്. സോ 1 year മാസ്റ്റർ ഡിഗ്രി കോഴ്സ് ദാറ്റ്സ് എ ലോട്ട് ഹാപ്പനിങ്. നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണ്, അക്കാഡമിക് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണ്. അതിനുശേഷം ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നമ്മുടെ CV തുടങ്ങി കവർ ലെറ്റർ വരെ എല്ലാം ഫ്രം സ്ക്രാച്ച് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമുക്ക് ഇയർ ലോങ് ആപ്ലിക്കേഷൻ ഇല്ല. എനിക്ക് സെപ്റ്റംബർ 2024 ഒരു ജോലി കിട്ടണമെങ്കിൽ ഞാൻ സെപ്റ്റംബർ 2023 ഡെഡ് ലൈൻ ഉള്ള ആ ജോലിക്ക് അപ്ലൈ ചെയ്താലേ എനിക്ക് അടുത്ത വർഷം ജോലി കിട്ടത്തുള്ളൂ. സോ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ആൻഡ് ആസ് ഫാർ ആസ് എന്റെ ഫ്യൂച്ചർ, ഞാൻ ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കാനുള്ള ഒരു കൗതുകത്തോടെ, ഒരു ആഗ്രഹത്തോടെ പോയതാണ്. കമ്മിങ് ബാക്ക് ടു ഇന്ത്യ ആൻഡ് സെറ്റിലിംഗ് തന്നെയാണ് ലോങ് ടേം ആഗ്രഹം. പക്ഷേ ഒരു ഗ്രാജുവേറ്റ് ലെവൽ ജോബ്സ് UK അല്ലെങ്കിൽ ഇന്റർനാഷണൽ കൺട്രീസിലാണ് ഇച്ചിരൂടെ എക്സ്പോഷർ, അല്ലെങ്കിൽ എക്കണോമിക്കലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും കൂടുതൽ പൈസ ലഭിക്കുന്നത് ഇന്റർനാഷണലി ആണെന്നാണ് എനിക്ക് ആസ് ഓഫ് റൈറ്റ് നൗ തോന്നിയിരിക്കുന്നത്. അതാണ് ആമിയുടെ ആ അവസാനത്തെ വാക്കുകൾ കുറച്ചുകൂടി നമുക്ക് സംസാരിക്കണം, ഡിസ്കസ് ചെയ്യണം. ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് കേരളത്തിൽ നിന്ന് ബിരുദം നേടി ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആർട്ട് സ്റ്റുഡൻ്റായ ഹൃദു യാസ്വി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഹൃദു, സ്വാഗതം. ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആമിയുണ്ട് നമ്മോടൊപ്പം. ആമി അവിടെ വിദേശത്ത് പഠിക്കുന്ന കുട്ടിയാണ്, പഠിച്ച് MA പൂർത്തിയാക്കിയ കുട്ടിയാണ്. ഒപ്പം ഡോക്ടർ ബിന്ദു വിജയകുമാറുമുണ്ട്, കരിയർ കൺസൾട്ടൻ്റ് ആണ്. അപ്പം അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം അവിടുത്തെ പോസിറ്റീവ്സിനെ കുറിച്ചാണ്. എന്താണ് ഹൃദുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ പോകണം എന്ന ആഗ്രഹം തോന്നുന്നത്? കേരളത്തിൽ എന്താണ് കുറവ്, ഇന്ത്യയിൽ എന്താണ് കുറവ്? ശരി, ഹൃദുവിൻ്റെ ടെലിഫോണിൽ ചെറിയ തകരാറുകളുണ്ട്. ഞാൻ ഹൃദുവിലേക്ക് മടങ്ങി വരാം. ഞാൻ ഡോക്ടർ ബിന്ദുവിലേക്ക് പോകുന്നു. ഡോക്ടർ ബിന്ദു, നമ്മൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് കാണുന്നത് സാമ്പത്തികം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുട്ടി +2 പഠിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ എനിക്ക് വിദേശ പഠനം സാധ്യമോ എന്ന് നേരത്തെ ആമി പറഞ്ഞതുപോലെ പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ ചിന്തിക്കാൻ കഴിയുമോ ഈ വിദേശ പഠനം? അത് തീർച്ചയായിട്ടും ഇവിടെയും ഈ പാവപ്പെട്ട കുട്ടികൾ അല്ലെങ്കിൽ സാധാരണക്കാർ എന്ന് പറയുന്നവർ ലോൺ എടുത്തിട്ടാണ് ഇന്ത്യയിലായാലും പഠിക്കുന്നത്. പല കോഴ്സുകൾക്കും പല കോളേജുകളിലും പഠിക്കുന്നവര് ഏകദേശം അത്രയൊക്കെ എക്സ്പെൻസ് ആണ്. ഇപ്പൊ കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു 2 year ഡിപ്ലോമ ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് ചെലവാകുന്നത്. ഈ 2 year ഡിപ്ലോമയ്ക്ക് along with that, even though they take a ലോൺ എടുത്താൽ കൂടി അവർക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ, നമ്മളുടെ ഇവിടെ ഒരു 4 year ബിടെക് സ്റ്റുഡന്റ്, ആ 4 year ബിടെക് സ്റ്റുഡന്റിന് 4 വർഷത്തേക്കുള്ള ഒരു ലോൺ,
അതേ എമൗണ്ടിന്റെ ലോണിന് ദേ ക്യാൻ സ്റ്റഡി ഫോർ 2 years. അത് പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് ഈ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ പാർട്ട് ടൈം ജോലി ചെയ്യും. ആ പാർട്ട് ടൈം ജോലി എഞ്ചിനീയറിംഗ് തന്നെ ആവണമെന്നില്ല. ഏതെങ്കിലും ഇപ്പോ ആമി പറഞ്ഞതുപോലെ അവരുടെ ഡിഗ്നിറ്റി ഓഫ് ലേബർ, പിന്നെ ടൈം മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ ബിടെക് കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ഫെസിലിറ്റിയും നമ്മൾ കൊടുക്കണം. അവരുടെ ഡ്രസ് അയൺ ചെയ്ത് കൊടുക്കണം. അവർക്ക് എല്ലാ കാര്യങ്ങളും ഫാമിലി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവരെ ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് അവസാനം ബിടെക് കുറെ സപ്ലൈ ആയിട്ട് കാണുന്നതാണ് മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്. അതേസമയം 2 വർഷത്തെ ഒരു കോഴ്സ് ആയാലും പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾ അവർ കൂടുതൽ അവരുടെ പേഴ്സണാലിറ്റി നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവർ ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യണേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ എങ്ങനെയാണ്, കൊളാബറേറ്റ് ചെയ്യണ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒത്തിരി സ്കിൽസ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല ഒരു വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന ഒരു മെച്യൂരിറ്റി അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ നമ്മുടെ ഇവിടെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ കിട്ടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം റിസർവേഷൻ, രണ്ടാമത്തെ കാര്യം റെക്കമെൻഡേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് മെറിറ്റ് മാത്രം നോക്കിയിട്ട് ഒത്തിരി കുട്ടികൾക്ക് സീറ്റ് കിട്ടുന്നില്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ. റിസർച്ച് വളരെ മോശമാണ് നമ്മുടെ രാജ്യത്ത്, റിസർച്ച് ഫെസിലിറ്റി. ഈ ഡോക്ടർ ബിന്ദു, എനിക്ക് ഒരു ചോദ്യം കൂടി ഇതിനോടനുബന്ധിച്ചുള്ളത്, ഈ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഏജൻസികൾ, അതായത് കുട്ടികളെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ അവിടെയുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്, അത് കേരളത്തിലില്ല, ഇന്ത്യയിലില്ല, പക്ഷെ പുറത്തുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്ന കുറേ അധികം ഏജൻസികളുണ്ടല്ലോ. അതിലേത് നല്ലത് ഏത് ചീത്ത എന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധം ആ സമയത്ത് ആ കുട്ടികൾക്ക് വേണം. ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കാനുള്ള ആൾ വേണം. അത്തരത്തിലൊരു ലോബിങ് നടക്കുന്നുണ്ടോ ഈ ഏജൻസികളുടെ കാര്യത്തിൽ? എങ്ങനെയാണ് അത് തിരഞ്ഞെടുക്കാൻ കഴിയുക ഒരു കുട്ടിക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒത്തിരി ഏജൻസികൾ അങ്ങനെ ഉണ്ട്. അതായത് ഒരു ഏജൻസിയിൽ നിങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന കൗൺസിലേഴ്സ്, ആ കൗൺസിലേഴ്സ് ആയിരിക്കും ഒരു 2 കൊല്ലം കഴിയുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഏജൻസി തുടങ്ങും. ഏതൊരു ഏജൻസി പോയി നോക്കിക്കഴിഞ്ഞാലും അവിടെ കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെയാണ് ഈ പാരന്റ്സും കുട്ടികളും മീറ്റ് ചെയ്യുന്നത്. അവരോട് മീറ്റ് ചെയ്യുമ്പോൾ പല സ്ഥാപനങ്ങളിലും മോഹന വാഗ്ദാനങ്ങളും എല്ലാം നൽകി അവരെ ശരിക്കും പറഞ്ഞാൽ അവരെ തെറ്റായിട്ടുള്ള ഒരു പിക്ചറാണ് അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയാനും കറക്റ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോവാനും ഗവൺമെന്റ് ഇതിനൊരു റെഗുലേഷൻ ഏർപ്പെടുത്തേണ്ടതാണ്. കാരണം ഒത്തിരി ഫോൾസ് പ്രോമിസുകൾ കൊടുക്കുന്നുണ്ട്. ലൈക്ക് നിങ്ങൾ അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി കിട്ടും, നിങ്ങൾക്ക് PR കിട്ടും, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ നിറയെ സ്ഥാപനങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിനെ പാരന്റ്സും കുട്ടികളും തിരിച്ചറിയേണ്ടതാണ്. തീർച്ചയായിട്ടും ഡോക്ടർ ബിന്ദുവിനോട് എനിക്ക് ചോദിക്കാനുള്ളതും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ, ഏജൻസി തിരഞ്ഞെടുക്കുമ്പോൾ എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഹൃദു, ഞാൻ നേരത്തെ പറഞ്ഞ ഹൃദു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹൃദു, സ്വാഗതം. കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹൃദു, എന്തുകൊണ്ടാണ് പുറത്തു പോയി പഠിക്കണം, വിദേശ പഠനം ആഗ്രഹിക്കുന്നത്? ഒരു ആർട്ട് സ്റ്റുഡന്റ് എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? കേൾക്കാം, പറയൂ ഹൃദു. കേൾക്കാലോ അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ ആർട്ട് സ്റ്റുഡന്റ് ആണ്. ഇപ്പോ വിദ്യാർത്ഥിയായിരുന്നു. ഞാനിപ്പോ PG ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് പുറത്തായിരുന്നു. ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത കാരണം ട്രിവാൻഡ്രം കോളേജിലേക്കാണ് PG ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആഫ്റ്റർ ദാറ്റ് PhD പുറത്ത് പോയി ചെയ്യണം എന്നാണ് ആഗ്രഹം. കാരണം എന്റെ കേസില് ആർട്ടാണ് പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സ്പേസ് അവിടെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം മാസ്റ്റേഴ്സിന്റെ, ഞങ്ങളെ പഠിക്കുന്ന സമയത്തൊക്കെ മാസ്റ്റേഴ്സിന്റെ വർക്ക് നേരിട്ട് കാണാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും പറ്റിയ സ്ഥലങ്ങളാണ് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഞാൻ പൊതുവെ വിശ്വസിക്കുന്നത്. കാരണം ഇറ്റലി, അതുപോലെ ഫ്രാൻസിൽ പോയി പഠിക്കാനാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം അവിടെ ലവർ മ്യൂസിയം എന്ന് പറയുന്ന മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ പല മാസ്റ്റേഴ്സും ചെയ്തിട്ടുള്ള വർക്കുകളുണ്ട്, നമുക്ക് നേരിട്ട് കാണാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും അവിടെ ചൂസ് ചെയ്യുന്നത്. പിന്നെ ആസ് എ ട്രാൻസ് വുമൺ എന്നുള്ള രീതിയിൽ എനിക്ക് കേരളത്തിൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്റെ ഓരോ ലൈഫ് നിമിഷവും എനിക്ക് ഭയങ്കര എന്താ പറയാ, വളരെ ബുദ്ധിമുട്ടുകളേറിയ നിമിഷങ്ങളാണ് അതിലൂടെ ഞാൻ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാം, ഇപ്പോ ആളുകളുടെ കാഴ്ചപ്പാടാണെങ്കിലും.
അതെ, ഹൃദു യാസു, ഹൃദു ബാക്കിയുള്ള അതിഥികളോടുകൂടി ഞാൻ പറയണം, ഹൃദു ഒരു ട്രാൻസ് വുമൻ ആണ്. അപ്പോൾ ഹൃദുവിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ മാനസികാവസ്ഥ കൂടി മാറേണ്ടതുണ്ട്. അത് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയം കൂടിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഡോക്ടർ ബിന്ദു മാമോയി സംസാരിച്ച സാമ്പത്തികം എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം വളരെ വേഗം. ഹൃദു തുടരുക ടെലിഫോൺ ലൈനിൽ. ഞങ്ങൾ ചെറിയ ഇടവേളയെടുത്ത ശേഷം മടങ്ങിയെത്താം. Join India's വിദേശ പഠനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കടുപ്പം കുറച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമി, ഞാൻ ആമിയിലേക്കൊന്ന് പോവുകയാണ്. ആമി കേട്ട് കാണുമല്ലോ, നമ്മുടെ ഹൃദു പറഞ്ഞത് കേട്ട് കാണുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങൾ ഇവിടെ നിന്ന് പോകാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ അവിടേക്ക് വന്നാൽ, ഇപ്പം ഹൃദുവിനെ സംബന്ധിച്ച് ഫ്രാൻസിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം. കൃത്യമായിട്ടുള്ളൊരു വ്യൂ ഉണ്ട്, എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുണ്ട്. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുകൾ സാമ്പത്തികപരമായിട്ടുള്ളത് കൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ സ്വപ്നം ഉപേക്ഷിച്ചിട്ടില്ല. ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് വിദേശ രാജ്യങ്ങൾ സ്വാഗതം ചെയ്യുന്നത്? വിദേശ രാജ്യങ്ങളിൽ അറ്റ്ലീസ്റ്റ് UK-യിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമേ ഇല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ 300-ലധികം ക്ലബ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ LGBTQI അല്ലെങ്കിൽ ട്രാൻസ് വുമൺ എന്ന വുമൺ ഇൻ ജനറൽ ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ പലതരം ക്ലബുകളുണ്ട്. അപ്പം അവരുടെ ഇമോഷണൽ നീഡ്സ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ നീഡ്സ് ആയിക്കോട്ടെ, ഈ എല്ലാ നീഡ്സിനും അവർക്കൊരു സപ്പോർട്ടായി, താങ്ങായി, അവർക്കൊരു ഗൈഡൻസ് ആയി പല കുട്ടികളും വിദ്യാർത്ഥികളും ടീച്ചേഴ്സും സ്റ്റാഫ് മെമ്പേഴ്സും ഉൾപ്പെടുന്ന പലതരം ക്ലബുകളുണ്ട്. സോ അവർക്ക് അവിടെ ഒരു ഇൻക്ലൂസിവിറ്റി അല്ലെങ്കിൽ എന്നെ അവിടെ ഉൾപ്പെടുത്തുമോ എന്നുള്ളൊരു ഭയത്തിന്റെ ആവശ്യമേ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒരു വുമൺ ട്രാൻസ് വുമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ട്രാൻസ് വുമൺ എന്ന് എടുത്തു പറയേണ്ട ഒരു ആവശ്യം പോലും അവിടെ വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആമി, ഈ പാർട്ട് ടൈം ജോബ് ചെയ്ത് പഠിക്കുന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അതും കൂടി ഒന്ന് ചോദിച്ചു പോവാം. ആമി എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ അവിടെ? ഐ വാസ് ലക്കി ഇനഫ്. എല്ലാവർക്കും പാർട്ട് ടൈം ജോബ് കിട്ടത്തില്ല, കിട്ടാനത്ര എളുപ്പമല്ല. പക്ഷേ ഞാൻ ചെന്ന വർഷം തന്നെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് റെസിഡൻസ് അസിസ്റ്റന്റ് ആയിട്ട്, അതായത് ഒരു മാനേജ്മെന്റ് ലെവൽ പൊസിഷൻ തന്നെ എനിക്ക് കിട്ടി. ഞാൻ 1 ഇയർ പഠിക്കുന്നതിനോടൊപ്പം അത് ചെയ്ത് അതിനുശേഷം ഇപ്പോൾ അവിടെ ഒരു മോറിസൺസ് എന്നുള്ള സൂപ്പർ മാർക്കറ്റിൽ കസ്റ്റമർ അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നേരത്തെ ബിന്ദു മാം പറഞ്ഞൊരു കാര്യം ഈ ടൈം മാനേജ്മെന്റ് ആണ്. നമ്മുടെ ഇവിടെയുള്ള +2 അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഡിഗ്രി നമുക്ക് എടുക്കാം. ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിക്ക് രാവിലെ 9:30 മുതൽ 3:30 വരെ സ്കൂളിലിരുന്നേ അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്നേ പറ്റും, കോളേജിലിരുന്നേ പറ്റത്തുള്ളൂ. ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അറ്റൻഡൻസ് മസ്റ്റ് ആണ്. അപ്പോൾ ആ ടൈമിങ് നമുക്ക് കറക്റ്റ് ആവില്ല. അത് കഴിഞ്ഞ് എന്ത് ജോലിക്ക് പോകാനാണ്? പാർട്ട് ടൈം ജോലി നമുക്ക് പറ്റില്ല. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ടൈം മാനേജ്മെന്റ്? ഇവിടെ ഉള്ള സമയം തന്നെയല്ലേ അവർക്കും ഉള്ളൂ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ടൈം മാനേജ് ചെയ്യുന്നത്? അതാണ്, നമ്മുടെ സിസ്റ്റം വളരെ ഡിഫറെന്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ എല്ലാ ദിവസവും ഇപ്പൊ 9 to 3 or 9 to 12 ക്ലാസ്സസ് നടക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം UK-യിൽ ആഴ്ചയിൽ 2-3 ദിവസമേ ഉള്ളൂ. ഈ സ്പൂൺ ഫീഡിങ്ങിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ പ്രിഡോമിനന്റ് സ്റ്റഡീസും റിസർച്ചും എല്ലാം നമ്മുടെ ഓൺ ടൈമിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉള്ള ഫ്രീഡം ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് ഉണ്ടെങ്കിൽ 3 ദിവസം പാർട്ട് ടൈം ചെയ്യാം. ഓക്കെ, അത് കൊള്ളാം. ഞാൻ ഡോക്ടർ ബിന്ദുവിലേക്ക് കൂടി പോവാണ്. ഡോക്ടർ ബിന്ദു, നമ്മൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യം എനിക്ക് തോന്നുന്നു ഹൃദുവിനൊക്കെ അത് വളരെ ഉപകാരപ്പെടും. താങ്കൾ പറയുകയാണെങ്കിൽ ഹൃദുവിനെ പോലെ ഇങ്ങനെ പോകാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള ഏജൻസികളെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. ഒന്നാമത്തേതായിട്ട് ഒരു സ്റ്റുഡന്റ് വരുമ്പോ രജിസ്ട്രേഷൻ ഫീ എന്ന് പറഞ്ഞ ഒരു ഫീ വാങ്ങും. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഫീ ഓവർസീസ് സ്റ്റഡീസിന് ഏജൻസിന്റെ അടുത്ത് വരുമ്പോ അങ്ങനെ സർവീസ് ചാർജ് ഈടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഈ ഏജൻസിക്കൊക്കെ എല്ലാ ഏജൻസികൾക്കും ഒരു സ്റ്റുഡന്റിനെ വിദേശത്തേക്ക് അയക്കുമ്പോൾ നമ്മളിപ്പോ LIC പോളിസി എടുക്കുമ്പോ ഏജന്റിന് നമ്മൾ പൈസ കൊടുക്കണില്ലല്ലോ. അതുപോലെ മിക്ക യൂണിവേഴ്സിറ്റികളും നമ്മൾക്ക് സർവീസ് തരും, കമ്മീഷൻ എന്ന് പറയും അതിന്. അതുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഈടാക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. പക്ഷെ പലരും അത് ഈടാക്കുന്നു. അതുകൂടാതെ രജിസ്ട്രേഷൻ ഫീ ഒരു ഏജൻസി വഴി പോകുമ്പോൾ അവരൊരു രജിസ്ട്രേഷൻ ഫീ വയ്ക്കും. പിന്നെ ഫീസ് അടയ്ക്കുന്നത് കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് അടയ്ക്കാതെ ഏജൻസി കളക്ട് ചെയ്തിട്ട് ആ പൈസ കുറെ നാൾ അവരുടെ കയ്യിൽ വെച്ചിട്ട് ഏജൻസി ഫീസ് അടയ്ക്കും. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ IIT അവിടെ തന്നെ പഠിക്കണം. പഠിക്കുമ്പോൾ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഹോൾഡ് ചെയ്യുക. അവർക്ക് ലേറ്റസ്റ്റ് സ്റ്റേജിൽ തോന്നുകയാണ് വേണ്ടാന്ന് വെക്കുകയാണ് എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ, അതിനൊക്കെ ഫീസ് ഡിഡക്ട് ചെയ്യുക. അങ്ങനെ ഒത്തിരി രീതിയിൽ കുട്ടികളെ ടാക്സ് ചെയ്യുന്നുണ്ട്.
പല ഏജൻസികളും. അപ്പൊ അതുകൊണ്ട് ഏതാണ് റൈറ്റ് ആയിട്ടുള്ളതെന്ന് അവര് തന്നെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കണം. കാരണം നമുക്ക് ബോധവൽക്കരിക്കാൻ നമ്മളുടെ ഏജൻസിയിൽ അങ്ങനെയൊന്നും നമ്മൾ വരണ കുട്ടികൾക്ക് നമുക്ക് മാക്സിമം നമ്മുടെ ഒരു മകനോ മകളോ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സർവീസ് കൊടുക്കാറ്. നമുക്ക് അഡ്വർടൈസ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പൊ അതുപോലെ ഏജൻസികൾ ആ കാര്യത്തിൽ അവരുടെ പരസ്യങ്ങൾക്കൊക്കെ വേണ്ടി നിറയെ പരസ്യങ്ങൾ കൊടുക്കും, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ആർക്കും നമുക്ക് വിദേശത്ത് ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ആമിയോട് ചോദിച്ചാൽ മനസ്സിലാവും, നമുക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ജോലി കിട്ടുള്ളൂ. അവിടെ റെക്കമെൻഡേഷനോ ഫേവറേറ്റീസോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. പോണേന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് നടത്തണം. കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്, ഒന്നും ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. ഇറ്റ് ഈസ് നോട്ട് എ കേക്ക് വാക്ക്. വി ഹാവ് ടു വർക്ക് റിയലി ഹാർഡ്. കാരണം ജോലിക്ക് പോകണം, പഠിക്കണം, വീട്ടിൽ വന്ന് റൂം ക്ലീൻ ചെയ്യണം, കുക്ക് ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം ഒരു സ്റ്റുഡന്റ്. അപ്പൊ അതുകൊണ്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് മനസ്സിലാക്കി എങ്ങനെയാണ് എല്ലാം ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് പറഞ്ഞയക്കുന്നതായിരിക്കും ബുദ്ധി. എപ്പോഴും ഡോക്ടർ ബിന്ദു, എപ്പോഴും ഇതിനെക്കുറിച്ച് പോസിറ്റീവ് മാത്രമാണ്, ഇതിന്റെ നെഗറ്റീവ് സൈഡുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. കാരണം ഇപ്പൊ നമ്മളുടെ ഓഫീസിൽ വരുമ്പോ ഇംഗ്ലീഷിൽ ഒരു വേർഡ് പോലും പറയാത്ത ഒരു കുട്ടി ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും? നമ്മള് നിരവധി പേരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവര് ലോണൊക്കെ എടുത്ത് വീടൊക്കെ പണയപ്പെടുത്തി പോണ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ പറയും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ക്ലൈമറ്റ്, ഇപ്പൊ കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ തണുപ്പ് ഒട്ടും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളോട് നമ്മൾ പറയും തണുപ്പാണ്, അവിടെ ബുദ്ധിമുട്ടാണ്, പിന്നെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഹോം സിക്നെസ്. പിന്നെ അവിടെയും കുറെ കാര്യങ്ങളുണ്ട്. ലൈക്ക് ഇപ്പൊ ഇവിടെ ഭയങ്കര കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോ ജോലി, പഠിത്തം എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോവുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ അസൈൻമെന്റ് ഇതൊക്കെ ടൈം ബൗണ്ടഡ് ആണ്. ഇവിടെ ഇപ്പൊ നമ്മള് ഡേറ്റ് ഒക്കെ മാറ്റും, അതൊക്കെ പോസിബിൾ ആണ്. പക്ഷെ അവിടെ നമ്മള് കൂടുതൽ ലീവ് എടുക്കുവോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കോഴ്സിൽ നിന്ന് തന്നെ നമ്മളെ ബാർ ചെയ്ത് നമ്മുടെ സ്റ്റുഡന്റ് വിസ ക്യാൻസൽ ചെയ്യും. ഇനി പിന്നെ എല്ലാ രാജ്യത്തും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊരു ഫേവറിറ്റിസം എല്ലായിടത്തും ഒരു ചെറിയ എന്നാണ് എനിക്ക് തോന്നിയത്. ശരി, നമുക്ക് ഹൃദുവിലേക്ക് കൂടി പോകാം. എനിക്ക് തോന്നുന്നു സമയം അവസാനിക്കുന്ന ഈ വേളയിൽ ഹൃദുവിലേക്ക് നമുക്ക് പോകാം, ഹൃദുവിൽ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഹൃദു, എന്ത് തോന്നുന്നു? ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടിട്ട് ഇപ്പോഴും ആ ഫ്രാൻസ് മോഹം ഇങ്ങനെ നിൽക്കുകയാണോ? ഏറ്റവും അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്? അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ആക്ച്വലി ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ട്രാൻസ് വുമൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സർവൈവൽ ഉണ്ട്. അതായത് ഇപ്പോഴും എന്റെ ക്യാമ്പസ് എന്ന് പറയുന്നത് ക്യൂർ ഫ്രണ്ട്ലി ആണ്. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. സോ പറയും ഇൻക്ലൂസീവ് ആണ്, ക്യൂർ ഫ്രണ്ട്ലി ആണെന്ന് എല്ലാവർക്കും പറയാം. പക്ഷേ അത് അനുഭവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ഇന്നും ഇപ്പോഴും തരം താഴ്ത്തി സംസാരിക്കുന്നതും അതുപോലെ തന്നെ കളിയാക്കുന്നതും ഇപ്പോഴും ഉണ്ട്. അംഗീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അനുഭവിക്കുന്നതാ ഡെയിലി. സോ പിന്നെ ഞാന് ഒരു ചോദ്യം കൂടി ഞാനൊന്ന് ചോദിച്ചോട്ടെ. നേരത്തെ ഈ ആമിയോട് ചോദിച്ചപ്പോ ആമി പറഞ്ഞത് ആമി പോയി പഠിച്ച ശേഷം ഇങ്ങോട്ടേക്ക് തന്നെ, ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് ആഗ്രഹം എന്ന് ആമി പറഞ്ഞു. ഹൃദു പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ സെറ്റിൽ ആവാനാണോ സാധ്യത? തീർച്ചയായിട്ടും അവിടെ തന്നെ സെറ്റിൽഡ് ആവാനാണ് ആഗ്രഹം. പിന്നെ അവിടുത്തെ കൾച്ചർ, അതുപോലെ അവിടുത്തെ കുറെ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും കൂടുതലും അങ്ങനെ ഒരു മോഹം വന്നിട്ടുള്ളത്. പിന്നെ തുറച്ചു നോക്കിയാൽ പോലും കേസെടുക്കാൻ പറ്റാവുന്ന കൺട്രീസ് ആണ് അതൊക്കെ. സോ നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഇതില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. സോ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ സേഫ് ആവും എന്നുള്ളൊരു തോന്നലായിരിക്കാം ചിലപ്പോ. അതെന്റെ തോന്നൽ മാത്രമായിരിക്കാം, എനിക്കറിയില്ല കൂടുതലായിട്ട്. ഞാനിപ്പോ സംസാരിച്ചത് കേട്ട് ഇതിന് വലിയ രീതിയിൽ അറിയില്ല. സംസാരിച്ച് നോക്കുമ്പോ പോണം, എന്തായാലും പോണം, പോയേ പറ്റൂ. ഉറപ്പായിട്ടും പോകാൻ പറ്റട്ടെ ഹൃദുവിന്. അങ്ങനെ അത് സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ, വേഗം പോകാൻ പറ്റട്ടെ. ആമി, നമുക്ക് ആമിയിൽ അവസാനിപ്പിക്കാം. ആമി പോയിട്ട് തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം ചേർത്തൊന്ന് പറഞ്ഞു, അവിടെയാണ് അതിന് എക്സ്പോഷർ കൂടുതൽ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? എക്സ്പോഷർ കൂടുതൽ അവിടെയാണ്, പക്ഷെ നാട് ഇവിടെയാണ്. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഓണസ്റ്റ്ലി അവിടെ നിന്ന് ഇപ്പൊ ഒരു 1.5 വർഷത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മറ്റൊരു നാട്ടിൽ നമ്മൾ എന്നും സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആണ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രിവിലേജസോ ഓപ്പർച്യൂണിറ്റീസോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ റെക്കഗ്നീഷൻ പോലും മറ്റൊരു നാട്ടിൽ കിട്ടത്തില്ല.
അതിപ്പം ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ജെനുവിൻലി മനസ്സിലാക്കിയ ഒരു സംഭവമാണ്. വിസയുടെ ഇഷ്യൂ കാരണം മാത്രം എനിക്ക് നഷ്ടപ്പെട്ട ജോലികളുണ്ട്. അതായത് 2 വർഷം സ്റ്റേ ബാക്കേ ഉള്ളൂ, കമ്പനിക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ക്ലോസ് കാരണം മാത്രം. ഇപ്പം എക്സ്പോഷർ എത്രയാണെന്ന് പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആണ് എന്ന് നമ്മൾ പല വേദികളിൽ പല അവസരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന സന്ദർഭങ്ങളിൽ എന്തുകൊണ്ടും നാട് തന്നെയാണ് നമുക്ക് നല്ലതെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പം എന്തായാലും ആമിയെ നമുക്ക് തിരിച്ച് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മുടെ ഈ കടുപ്പം കുറച്ച് ഈ ചർച്ച നമ്മളിവിടെ പൂർണ്ണമാവുകയാണ്. വളരെയധികം നന്ദി ഡോക്ടർ ബിന്ദു ഞങ്ങളോടൊപ്പം ചേർന്നതിനൊപ്പം ആമി, ഹൃദു രണ്ടുപേർക്കും നന്ദി. എല്ലാവിധ ആശംസകളും നേരുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. മുൻവർഷം